early ആണോ അത് ഞാൻ നേരത്തെ ഞാൻ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിനൊരു 2 ഡേ അല്ലെങ്കിൽ 3 ഡേ പ്രയർ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന സ്ഥലത്ത് ഒരു സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്, ആ സർവീസ് 20 മിനിറ്റ്സ് ടൈം ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഓൺ സൈറ്റിൽ അതിനൊരു സർവീസ് ടിക്കറ്റ് ക്രിയേറ്റ് ആവും. ഈ ടിക്കറ്റ് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ എനിക്ക് എന്റെ ആപ്ലിക്കേഷൻ നോക്കി എനിക്ക് കാണാൻ പറ്റും നാളെ ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എവിടേക്കാണ് സർവീസ് വരുന്നത്. ആ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് അതിൽ നിന്ന് തന്നെ ഈ സെയിം ടൈമിൽ കസ്റ്റമറിന് ഇന്റിമേഷൻ പോകും, നിങ്ങളുടെ സോളാർ പ്ലാന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നാളെ ഡ്യൂ ആണ്, നാളെ ആയിട്ട് എഞ്ചിനീയർ അസൈൻ ചെയ്തേക്കുന്നു. അപ്പൊ എന്റെ അവൈലബിലിറ്റി വെച്ച് എനിക്ക് വേണമെങ്കിൽ ആ ഡേറ്റ് മാറ്റാം. ഇല്ലെങ്കിൽ ഇപ്പൊ കസ്റ്റമർ ആ ഡേറ്റിൽ അവൈലബിൾ, കസ്റ്റമർക്ക് ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റ് സെറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രിവന്റീവ് മെയിൻ്റെനൻസിന്റെ ആ ഒരു എൻ്റയർ വർക്ക് ഫ്ലോ ആപ്ലിക്കേഷൻ ത്രൂ നടക്കും. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോളാർ പ്ലാൻ ഇൻസ്റ്റലേഷൻ മുതൽ ഒരു 4 കൊല്ലം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് ഈ പ്ലാന്റിൽ നടന്നേക്കുന്ന സർവീസുകളും ഈ പ്ലാന്റിൽ പോയേക്കുന്ന പ്രിവന്റീവ് മെയിൻ്റെനൻസുകൾ, ഏതൊക്കെ പാർട്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ആ ഫുൾ ഒരു ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും. സർവീസ് പ്രൊവൈഡറിന്റെ കയ്യിലും കാണും, കസ്റ്റമറുടെ കയ്യിലും കാണും. നമുക്ക് ആ ഒരു ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മോഡൽ ഇൻവെർട്ടർ ആണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പൊ ഒരേ ടൈപ്പ് ഇൻവെർട്ടർ എല്ലായിടത്തും കംപ്ലൈന്റ് വരുമ്പോൾ ആ ഒരു ബാച്ച് അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് ഒയ്യുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ഡാറ്റ ഉണ്ടാവണം. ആ ഡാറ്റ നമുക്ക് എപ്പോഴും ഓൺ സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു സർവീസ് പ്രൊവൈഡേഴ്സിന്റെയും ഈ ഒരു കസ്റ്റമേഴ്സിന്റെ രണ്ടുപേരുടെയും പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഓൺ സൈറ്റർ പ്രവർത്തിക്കുന്നത്. ഓൺസൈറ്റർ ഇപ്പൊ നമുക്ക് ആക്ച്വലി മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്, വെബ് വെബിലും അവൈലബിൾ ആണ്. ഞാൻ ആദ്യം ജസ്റ്റ് ആപ്ലിക്കേഷനിൽ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ലൈവ് ഡെമോ കാണിച്ചു തരാം ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ആവുന്നത്, എങ്ങനെയാണ് പ്രിവന്റീവ് മെയിൻ്റെനൻസിന്റെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നത് എന്നുള്ളത് ഫുള്ളൊരു വർക്ക് ഫ്ലോ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഓൺ സൈറ്റർ ആപ്പിളില് ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നമുക്ക് ഓൺ സൈറ്ററിന്റെ 3 ആപ്ലിക്കേഷൻ കാണാൻ പറ്റും: ഓൺ സൈറ്റർ, ഓൺ സൈറ്റർ കോർപ്പറേറ്റ്, ഓൺ സൈറ്റർ പാർട്ട്ണർ. ഇതേപോലെ തന്നെ ആപ്പ് പ്ലേ സ്റ്റോറിൽ എടുക്കുവാണെങ്കിൽ ഓൺ സൈറ്റർ ഉണ്ടാവും, ഓൺ സൈറ്റർ പാർട്ട്ണർ ഉണ്ടാവും, ഓൺ സൈറ്റർ കോർപ്പറേറ്റ് ഉണ്ടാവും. ഓൺ സൈറ്റർ ആക്ച്വലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് B2C മാത്രമല്ല, നമ്മൾ B2Bക്കും B2Cക്കും ഓൺ സൈറ്റർ അവൈലബിൾ ആണ്. B2C എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസാണ്. ആ ഒരു ഗവൺമെന്റ് ഓഫീസിന് ഉള്ള കേസിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു വാട്ടർ അതോറിറ്റി ഒരു ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ വാട്ടർ അതോറിറ്റി പല പല ഓഫീസുകൾ ഉണ്ടാവും. അങ്ങനത്തെ അതൊരു വാട്ടർ അതോറിറ്റി കൺസിഡർ ചെയ്യണേ അതൊരു കസ്റ്റമറാണ്, വാട്ടർ അതോറിറ്റി കസ്റ്റമറാണ്, പക്ഷെ അവർക്ക് പല ഓഫീസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള മൾട്ടിപ്പിൾ ഓഫീസുകളുള്ള വലിയ കസ്റ്റമേഴ്സിനെ B2B ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇൻഡിവിജ്വൽ ഇപ്പൊ ഒരു ഹൗസ് ഓണർ, ഇപ്പൊ ഞാനൊരു വ്യക്തിയാണ്, എന്റെ വീട്ടിലൊരു സോളാർ വരുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തികൾ B2Cയിലും പോകും. അതാണ് ഓൺസൈറ്റർ കോർപ്പറേറ്റ്, നോർമൽ ഓൺസൈറ്റർ. ഇനി ഓൺസൈറ്റർ പാർട്ട്ണർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ സർവീസ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഈ സർവീസ് ഡ്യൂ വരുന്നത്, സർവീസ് ടിക്കറ്റ് വരുന്നത്, ആ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതും ഈ സർവീസിന്റെ ഫുൾ ഡാറ്റ, നമ്മളിപ്പോ ഒരു സോളാർ സർവീസിന് പോവുകയാണെങ്കിൽ നമുക്ക് സർവീസ് കഴിയുമ്പോൾ ഒരു മെയിൻ്റെനൻസ് റിപ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറ്റും. വോൾട്ടേജ് എത്രയാണ്, കറണ്ട് എത്രയാണ്, എത്ര പാനലാണ്, ആ ഒരു ഡാറ്റ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു IMR റിപ്പോർട്ട് അതിന് ജനറേറ്റ് ആയിട്ട് കസ്റ്റമർക്ക് ഒരു കോപ്പി പോകും, സർവീസ് പ്രൊവൈഡർക്ക് ഒരു കോപ്പി പോകും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കൊരു മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. അതാണ് ഓൺസൈറ്റർ പാർട്ട്ണർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ്. ഇനി ഈ മൂന്ന് ഇതും ഇപ്പൊ മൊബൈൽ ഇല്ല, എനിക്ക് ലാപ്ടോപ്പിൽ നിന്ന് ചെയ്യണമെങ്കിലും അല്ലാണ്ട് ആപ്പ് ഇല്ലാണ്ട് നമുക്ക് നോർമൽ ഫോണിന്റെ ക്രോം എടുത്ത് ചെയ്യാനും വെബ് ആപ്ലിക്കേഷനും ഇതിന്റെ എല്ലാം അവൈലബിൾ ആണ്. ഓൺസൈറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എന്താ വേണ്ട സർവീസ്, ഞാനൊരു ടിക്കറ്റ് റേസ് ചെയ്യുന്നു. ആ ടിക്കറ്റ് എന്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്ന ടൈം മുതൽ ആ ടിക്കറ്റ് ക്ലോസ് ആവണ വരെയുള്ള എൻ്റെ വർക്ക് ഫ്ലോ നമുക്ക് ലൈവ് കാണാൻ പറ്റും. ആർക്കാണ് അസൈൻ ആയത്, അയാൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ടെക്നീഷ്യനാണ് എൻ്റെ അടുത്ത് വരുന്നത്, ഏത് ടൈമിലാണ് വരുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കാണാൻ പറ്റും. അതേപോലെ ഇപ്പൊ ഒരു ഒരു സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സോളാറിന്റെ ഒരാൾക്കൊരു ഓൺസൈറ്റർ കൊടുത്തു, പക്ഷെ ആളുടെ വീട്ടിലൊരു AC ആണ് കംപ്ലൈന്റ് ആവുന്നത്. അയാൾ AC കംപ്ലൈന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയർ ആയിരിക്കും ഏറ്റവും ആദ്യം ടിക്കറ്റ് പോകുന്നത് AC കേസിൽ വരുമ്പോൾ. അങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് മാച്ചിങ്, അത് എന്ത് കംപ്ലൈന്റ് ആണ് ആ കംപ്ലൈന്റ് തീർക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻ അയാളുടെ അടുത്തുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ് അസൈൻ ആവും. അപ്പൊ ഇങ്ങനൊരു മാനുവൽ ഒരാളെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു എൻ്റയർ പ്രോസസ്സ്, മാനുവൽ പ്രോസസ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും.
ഓൺ സൈറ്റിൽ ജസ്റ്റ് എങ്ങനെ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൺ സൈറ്റർ ഇപ്പം മൊബൈൽ ആപ്പ് ആണെങ്കിലും നമുക്ക് സിമ്പിൾ ഫോൺ നമ്പറും OTPയും വെച്ച് കയറാൻ പറ്റും. വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എത്തുന്ന ഓൺ സൈറ്റിന്റെ ലോഗിൻ ഫസ്റ്റ് കസ്റ്റമർ ലാൻഡ് ചെയ്യുന്ന പേജാണ്. ഇത് വെബാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിന് വെബ്സൈറ്റിലാണ് കാണിക്കുന്നത്. വെബ്സൈറ്റിൽ ഓൺ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു പേജാണിത്. ഓൺ സൈറ്റിൽ ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന എന്റെ ബുക്കിംഗ്സ് കാണാൻ പറ്റും. പെൻഡിങ് ബുക്കിംഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ക്ലോസ്ഡ് ബുക്കിംഗ്സ്, അതുപോലെ എന്റെ വാലറ്റ് ബാലൻസും. ഇത്രയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ലാസ്റ്റ് റീസെന്റ് ബുക്കിംഗ്സ് എന്താന്നുള്ളത്, അങ്ങനെ അത്രയും കാണാൻ പറ്റും. ഡയറക്റ്റ് ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബുക്ക് നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നത് ഇപ്പൊ ഓൺ സൈറ്റർ അവൈലബിൾ ആയിട്ടുള്ള വെർട്ടിക്കലുകളാണ്. ഹോം അപ്ലയൻസിന് കംപ്ലൈന്റ് ബുക്ക് ചെയ്യാം, IT ബുക്ക് ചെയ്യാം, എനിക്കൊരു ഫിസിയോതെറാപ്പി, ഇപ്പൊ എക്സാമ്പിൾ ഫിസിയോതെറാപ്പിക്ക് ഒരു ഡോക്ടറെ വേണം, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിന് ഒരു കംപ്ലൈന്റ് അത് ബുക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു പല വെർട്ടിക്കലിലും നമുക്ക് ഓൺ സൈറ്റർ സ്കെയിലബിൾ ആണ്. ഞാനിപ്പോ ഇവിടെ സോളാർ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. സോളാറിന് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഓൾറെഡി കുറച്ച് കുറച്ച് എന്തൊക്കെ കംപ്ലൈന്റുകളാണ് സോളാർ നോർമലി വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഡാറ്റാബേസ് ഓൾറെഡി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഏതാണ് സർവീസ് വേണ്ടതെന്ന് ബുക്ക് ചെയ്യാം. ആ സർവീസിനുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഓൺ ഗ്രിഡ് എടുത്ത് ഓൺ ഗ്രിഡിൽ വരുന്ന കോമൺ കംപ്ലൈൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്ത് വരും. അപ്പൊ എനിക്ക് അതിൽ നിന്ന് എന്താണ് എന്റെ കംപ്ലൈന്റ് അല്ലെ ഇഷ്യൂ എന്നുള്ളത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു കംപ്ലൈന്റ് ബുക്ക് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് ആണ്. പ്രിവന്റീവ് മെയിൻ്റെനൻസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഏതാണ് ഇഷ്യൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സർവീസ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം ഇല്ലാത്ത കാര്യമായിരിക്കും. കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇമീഡിയറ്റ്ലി അത് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ചില കംപ്ലൈന്റ് ഉണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അതനുസരിച്ചാണ് ഈ ടിക്കറ്റ് പോകുന്നത്. അപ്പൊ അത് എത്ര പെട്ടെന്നാണ് എനിക്ക് ഇഷ്യൂ റിസോൾവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ചൂസ് ചെയ്യുന്ന സർവീസ് പാക്ക് ആണത്. 4 പാക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് പാക്ക് മുതൽ ഒരു 4 ടൈപ്പ് പാക്ക് ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് പാക്ക് ഏറ്റവും ബേസിക് പാക്ക് ആയിരിക്കും. അത് കഴിഞ്ഞ് എക്സ്പ്രസ് ഉണ്ട്, ആക്സിലേറ്റ് ടെയിലേഴ്സ്. ഇതിൽ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് എന്റെ ടിക്കറ്റ് റിസോൾവ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് പ്രൈസിങ്ങും വ്യത്യാസം വരും. ബാക്കി കിട്ടുന്ന സർവീസും അതുപോലെ വരുന്ന എഞ്ചിനീയറുടെ കോമ്പിറ്റൻസി എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ എന്റെ വീട്ടിലൊരു AC കംപ്ലൈന്റ് ഉണ്ട്. എനിക്കതിപ്പോ നോർമൽ ഗസ്റ്റ് റൂമിൽ AC ആണെങ്കിൽ എനിക്ക് എന്തും കംപ്ലൈന്റ് ആണെങ്കിലും ഇപ്പൊ നാളെ തന്നെ എനിക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യം. പക്ഷെ നാളെ എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നാക്കും. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ മാത്രം എനിക്കത് ഒരു കൂടിയ പൈസക്ക് സർവീസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് നോർമൽ സർവീസിൽ വിട്ടാൽ മതി. ഇപ്പൊ സോളാർ ഇപ്പൊ പെട്ടെന്ന് ഡൗൺ ആയിട്ട് കിടക്കുവാണ്, ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കേസ് വരുവാണെങ്കിൽ, എനിക്ക് അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യം സർവീസ് നേരെ ഈ സർവീസ് പാക്കിന്റെ ഇത് മാറ്റി കൊടുക്കുന്നത് അതനുസരിച്ച് എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സോളാറിന്റെ കേസിൽ നമുക്കിപ്പോ അത്ര എല്ലാ പ്ലാന്റുകളും ഒരുവിധം എല്ലാം വാറണ്ടിയിൽ ഓടുന്നതുകൊണ്ട് സർവീസ് വളരെ കുറവായിരിക്കും വരുന്നത്. എന്നാലും വരുന്ന കേസിൽ നമുക്ക് ഇതിങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ആഹ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വേണോ അല്ലെങ്കിൽ പയ്യെ മതി, അതായത് ആ ഒരു ചൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കസ്റ്റമർക്കുണ്ട്. ദെൻ എന്താണ് എന്റെ കംപ്ലൈന്റ് എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അത് എഞ്ചിനീയർക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ ഫിസിക്കലി എന്തെങ്കിലും കാണുന്ന കംപ്ലൈന്റ് ആണെങ്കിൽ ചുമ്മാ എഴുതിയിടാം. അപ്പൊ ആ എഞ്ചിനീയർക്ക് വരുന്നതിന് മുമ്പ് അറിയാൻ പറ്റും എന്താണ് അവിടെ കസ്റ്റമർ കംപ്ലൈന്റ് എന്താ പറഞ്ഞേക്കുന്നുള്ളത് ജസ്റ്റ് അറിയാൻ പറ്റും. അത് കൊടുക്കുക, ബുക്ക് നൗ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഈ 3 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ടാവും. ജസ്റ്റ് കാണിക്കാം. ഞാൻ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റാണ് SR01 എന്നുള്ള ടിക്കറ്റ്. ഡോങ്ങൽ നോട്ട് വർക്കിംഗ്. ആ ഒരു ടിക്കറ്റ് പുതിയ ക്രിയേറ്റ് ആയി. ഈ ടിക്കറ്റ് ക്രിയേറ്റ് ആവുന്ന പേജിൽ എനിക്ക് ടിക്കറ്റിന്റെ നമ്മളിതാണ് ടിക്കറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ടിക്കറ്റ് എപ്പോഴും ഒരു ടിക്കറ്റ് ID ഉണ്ടാവും. ടിക്കറ്റ് ID ഉണ്ടാവും, ഏത് ടൈമിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ ടിക്കറ്റ് എഞ്ചിനീയർക്കൊന്നും അസൈൻ ആയിട്ടില്ല. അസൈൻ ആവുന്ന ടൈമിൽ ടിക്കറ്റ് ആർക്കാണ് അസൈൻ ആയെന്ന് കാണാൻ പറ്റും. എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് ഉണ്ടാവും, സ്റ്റാറ്റസ് ഉണ്ടാവും, ഈ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുണ്ടാവും. ഈ ഒരു ടിക്കറ്റ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടിക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും, ഐ മീൻ ഈ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഈ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് സർവീസ് എഞ്ചിനീയർക്ക് കാണാൻ പറ്റും, കസ്റ്റമർക്ക് കാണാൻ പറ്റും. നാളെ എനിക്ക് ഇതൊരു എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടിന്റെ ടൈമിൽ റേസ് ചെയ്യണമെങ്കിൽ ഈ ടിക്കറ്റ് ഡീറ്റെയിൽസിൽ നിന്ന് എനിക്ക് ആ ടിക്കറ്റ് നമ്പർ ടിക്കറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. എപ്പോഴാണ് ബുക്ക് ചെയ്ത്, ഏത് ടൈമിലാണ് ബുക്ക് ചെയ്ത്. അതേപോലെ ഇത് ഈ ടിക്കറ്റ് ഒരു എഞ്ചിനീയർ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. എന്തൊക്കെ കാര്യങ്ങളാണോ ടിക്കറ്റിൽ നടന്നത് അതെല്ലാം അതിന്റെ ലോഗിൽ കാണാൻ പറ്റും. കസ്റ്റമർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, സിസ്റ്റം അതെടുത്തൊരു എഞ്ചിനീയർക്ക് അസൈൻ ചെയ്യുന്നു, ആ എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ടിക്കറ്റിന്റെ ലോഗിൽ കാണാൻ പറ്റും.
അപ്പൊ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ടിക്കറ്റ് എഞ്ചിനീയർ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എഞ്ചിനീയർക്കും ഇതേപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. അയാൾക്ക് പെട്ടെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം വരുന്ന ടിക്കറ്റുകൾ, ന്യൂ ഫൈവ് ടിക്കറ്റ്, പുതിയ പുതിയ ടിക്കറ്റുകൾ അവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഇപ്പൊ എഞ്ചിനീയർ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ചിലപ്പോൾ റെഡി ആയിരിക്കണമെന്നില്ല, എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ മുകളിലൊരു സ്റ്റാറ്റസ് ഉണ്ട്. അത് മൊബൈലിലും വെബിലും ഇതുപോലെ ഉണ്ടാവും. എനിക്ക് ബിസി ഉണ്ട്, റെഡി ഉണ്ട്, അവൈലബിൾ ആക്കി വെക്കാം, ബ്രേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ടിക്കറ്റ് സർവീസ് ചെയ്യുന്നില്ല, ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും പ്രീവിയസ് ടിക്കറ്റുകൾ റിസർവ് ചെയ്ത് വെക്കാൻ എനിക്ക് ബിസി ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ ടിക്കറ്റുകൾ വരില്ല. അതാണ് എന്റെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് കാണിക്കാനായിട്ടാണ് ആ സ്റ്റാറ്റസിന്റെ ഇതുള്ളത്. ഇത് മൊബൈലിലും ഉണ്ട്, വെബിലും ഉണ്ട്, അവൈലബിൾ ആണ്. സോളാറിന്റെ കേസിൽ ഇത് കൂടുതലും നമുക്ക് മൊബൈലിലായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ റെഡി ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ് എടുത്ത്, ഇപ്പൊ വന്ന് ക്രിയേറ്റ് ടിക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിന്റെ ലോഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 14/3 മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കസ്റ്റമർ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് സിസ്റ്റം എടുത്തിട്ട് എനിക്ക് അസൈൻ ചെയ്തു. ഇതേപോലെ ഈ ടിക്കറ്റ് ക്ലോസ് ആവണ വരെ ഈ ലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിവൈസിന് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് പ്രൊഡക്റ്റ് എന്തൊക്കെ കംപ്ലൈന്റുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നു അന്ന് സർവീസ് ടെക്നീഷ്യൻ ചെയ്തത്, ഇപ്പൊ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, നാളെ ആ ഇഷ്യൂ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോഗ് നോക്കിയാൽ അന്ന് ഇഷ്യൂ വന്നപ്പോ എന്തായിരുന്നു ചെയ്തതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഈ ലോഗ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എഞ്ചിനീയറിന്, അതുപോലെ കസ്റ്റമേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എഞ്ചിനീയറുടെ സൈഡിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസബിൾ വർക്ക് ഫ്ലോ ആണ് ഓൺ സൈറ്റിൽ വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മളൊരു കസ്റ്റമർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ടിക്കറ്റ് വരുന്നു. നമുക്ക് നമ്മുടെ ഇപ്പൊ ഒരു വലിയ കമ്പനി ആണെങ്കിൽ അവർക്കൊരു ആദ്യം വരുന്ന ഒരു L1 ഒരു കോൾ സെന്ററിലോട്ട്, അല്ലെങ്കിൽ കോൾ സെന്റർ L1 കോൾ സപ്പോർട്ടിലോട്ടായിരിക്കും വരുന്നത്. ആ ടിക്കറ്റ് വരുമ്പോൾ തന്നെ അയാൾ വിളിച്ച് സംസാരിക്കും കസ്റ്റമറായിട്ട്, എന്താണ് ഇഷ്യൂ സാർ, എന്താണ് പ്രോബ്ലം എന്ന് വിളിച്ച് സംസാരിച്ചിട്ട് അയാൾക്ക് ഇപ്പൊ ഇൻ കേസ് ഒരു ഫീൽഡ് എഞ്ചിനീയർ അവിടെ വിടേണ്ട കാര്യമില്ലാത്ത ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ആ ഓവർ ദ കോളിൽ തന്നെ കസ്റ്റമർ സംസാരിച്ച് അതൊന്ന് ക്ലോസ് ചെയ്യാം. അല്ല ഇതിപ്പോ ഒരു ഫീൽഡ് എസ്കലേഷൻ വേണ്ട കേസ് ആണെങ്കിൽ എനിക്ക് ഇത് നേരെ എടുത്തിട്ട് ഫീൽഡിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഫീൽഡിലോട്ട് റെഫർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ടിക്കറ്റ് നമുക്ക് ഫീൽഡ് എഞ്ചിനീയർക്ക് പോകുന്നത്. ഇപ്പൊ കോളിലെ ആളെടുത്തിട്ട് ഞാൻ കസ്റ്റമർ സംസാരിക്കുമ്പോൾ കസ്റ്റമർ ഫീൽഡിൽ ഞാൻ ചെല്ലേണ്ട ആവശ്യമുള്ള ഒരു ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് നേരെ ഫീൽഡ് എഞ്ചിനീയറിലോട്ട് കൊടുക്കാൻ പറ്റും. ഫീൽഡ് എഞ്ചിനീയർ കൊടുക്കുന്ന ടൈമിൽ ഇപ്പൊ ഇൻ കേസ് കസ്റ്റമർ ചിലപ്പോൾ പറഞ്ഞേക്കുന്ന പാനലിൽ, ഐ മീൻ, പ്രൊഡക്ഷൻ കുറവാണെന്നായിരിക്കും. പക്ഷെ കസ്റ്റമർ വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി നമുക്ക് ഇൻവെർട്ടറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ പാനലിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഇഷ്യൂവിനുള്ള എഞ്ചിനീയറെ നമുക്ക് വിടാൻ പറ്റും നമ്മുടെ കമ്പനിയിൽ നിന്ന്. അതിന് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഈ എന്ത് ടാഗ് ആണോ, നമ്മൾ ടിക്കറ്റ് ടാഗ് എന്നാണ് വിളിക്കുന്നത് ബേസിക്കലി. ആ ടിക്കറ്റ് ടാഗിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ഇന്ന കോമ്പിറ്റൻസിയുള്ള എഞ്ചിനീയർ ആണ് പോകേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഇത് നോർമൽ ഒരു സിംഗിൾ ആള് ഓപ്പറേറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആ ടിക്കറ്റ് അയാൾക്ക് തന്നെയായിരിക്കും വേണ്ടത്. അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് ഫ്ലോ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേജ് വരുന്നത്. ഇപ്പൊ ടിക്കറ്റ് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ റീലൊക്കേറ്റ് ആയി ഫീൽഡിൽ എഞ്ചിനീയർക്ക് അത് ടിക്കറ്റ് അസൈൻ ആയിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് ലോഗ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ടിക്കറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, അതിന് ആ ഫസ്റ്റ് വന്ന എഞ്ചിനീയർ എന്താണ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം കാണാൻ പറ്റും. പിന്നെ പേജിലും വേണമെങ്കിൽ എഞ്ചിനീയർക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതായത് എന്ത് വർക്കാണ് ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫീൽഡ് എഞ്ചിനീയർ വരുന്ന കേസിൽ ഫീൽഡ് എഞ്ചിനീയർക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിലിറ്റി, അതായത് പുള്ളി എപ്പോഴും ഓൺലൈൻ ആയിരിക്കണം എന്നില്ല. എനിക്ക് കുറച്ച് ബ്രേക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനിൽ ഞാൻ ബ്രേക്ക് ടൈം ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് ടിക്കറ്റ് ഒന്നും വരില്ല. അപ്പൊ ഞാൻ കയറി റെഡി ആണെന്ന് മാത്രമാണ് സിസ്റ്റം എനിക്ക് ടിക്കറ്റ് അസൈൻ ആകുള്ളൂ. അപ്പൊ ഞാൻ റെഡി ആകുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ടിക്കറ്റ് വന്ന് കിടപ്പുണ്ടാവും. അത് ലാസ്റ്റ് മാത്യു സെബാസ്റ്റ്യൻ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ടിക്കറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം. ടിക്കറ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടിക്കറ്റ് നമ്പർ, എന്താണ് ഇഷ്യൂ, ഏതാണ് കസ്റ്റമർ ലൊക്കേഷൻ എന്താണ്, കസ്റ്റമറെ വിളിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതുപോലെ കസ്റ്റമർ എന്തെങ്കിലും പ്രിഫേർഡ് ഡേറ്റോ ടൈമോ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെ
ലോ ഹിസ്റ്ററി വേണമെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് ഈ ടിക്കറ്റിൽ എന്തൊക്കെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച എഞ്ചിനീയർ എന്താണ് കസ്റ്റമറോട് പറഞ്ഞത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് സെക്യൂരിറ്റി ഫീച്ചറാണ്. നമുക്ക് ഈ സോളാറിന്റെ കേസിൽ ടെക്നീഷ്യന്മാർ ആക്ച്വലി ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന കേസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സെക്യൂരിറ്റി കൺസേൺ ഉണ്ടാവും. ചെല്ലുന്ന ആള് തന്നെയാണോ? അപ്പൊ നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു എഞ്ചിനീയറെ വിടുമ്പോൾ എപ്പോഴും അതിനൊരു ഒതന്റിസിറ്റി ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വരുന്ന ആള് ജെന്യുവൻ ആയിരിക്കും. ആ ഒരു പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു എഞ്ചിനീയർക്ക് സ്റ്റാർട്ട് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. എഞ്ചിനീയർ സ്റ്റാർട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ ആപ്ലിക്കേഷനിൽ ഒരു ഈ എഞ്ചിനീയറുടെ ID കാർഡ് ചെല്ലും. ഈ എഞ്ചിനീയർ ആണ് സർവീസ് ചെയ്യാൻ വന്നേക്കുന്നത്, ഇയാൾ ഇന്ന കമ്പനിയുടെ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞൊരു ID കാർഡ് ചെല്ലും. ആ ID കാർഡ് നോക്കിയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ തന്നെയാണ് വന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഉറപ്പ് പറഞ്ഞാൽ മാത്രമാണ് ഈ എഞ്ചിനീയർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ട് എംബഡ് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഓടിച്ചാണെങ്കിൽ കസ്റ്റമറുടെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും യു ഹാവ് വൺ ഓതറൈസേഷൻ റിക്വസ്റ്റ്. ഇത് മൊബൈൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ വരും, ഒരു എഞ്ചിനീയർ ആണ് വന്നേക്കുന്നത്, സാറിന് എഞ്ചിനീയർ വന്നേക്കുന്നത് ഓതറൈസ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അയാളെ ഓതറൈസ് ചെയ്താൽ മാത്രമാണ് ഈ അയാൾക്ക് ഈ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ലോഗിലും അത് ആഡ് ആവും. ടിക്കറ്റ് ക്രിയേറ്റ് ആയി, ജിതിൻ സാർ എന്നുള്ള ആള് വന്നു, എന്നോട് ഓതറൈസേഷൻ ചോദിച്ചു, ഞാൻ ഓതറൈസ് ചെയ്തു, എന്നിട്ടാണ് പുള്ളി സർവീസ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അവിടെയും നമുക്കൊരു ഡിസ്പ്യൂട്ടിനുള്ള കേസ് നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രൂഫ് എടുത്ത് കാണിക്കാനുള്ള പ്രൊവിഷൻ അവിടെയും വരുന്നുണ്ട്. അഗൈൻ വൺസ് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ എഞ്ചിനീയറിന്റെ പോർട്ടൽ എടുത്ത് നോക്കിയിട്ട് അയാൾക്ക് ഇപ്പൊ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ വന്നു. നേരത്തെ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ആയിരുന്നു വരുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രൊവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ താഴെ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് സ്പെയർ റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പാർട്ട് ഫെയിൽ ആണെങ്കിൽ എനിക്ക് അതിന് സ്പെയർ റിക്വസ്റ്റ് ഇടാം. അത് ഐതർ ഇപ്പൊ ഒരു കുറച്ച് സ്റ്റാഫ് ഉള്ള ഡീലർ കമ്പനി ആണെങ്കിൽ അത് എന്റെ കമ്പനിയിലോട്ട് ചെല്ലും, ഇന്ന സ്ഥലത്ത് ഇന്ന സ്പെയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കൊടുക്കാൻ പറ്റും. ആ സ്പെയർ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് സ്പെയറിന്റെ പ്രൈസ് കസ്റ്റമറോട് പറയാൻ പറ്റും. പെയ്ഡ് ആണെങ്കിൽ ഇപ്പൊ ആ റീപ്ലേസ്മെന്റ് പോണെങ്കിൽ എനിക്ക് അവിടുന്ന് കസ്റ്റമറോട് അതിന്റെ പ്രൈസ് പറയാൻ പറ്റും. ആ പ്രൈസ് കസ്റ്റമർക്ക് ഇത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാർട്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ വാറണ്ടി വരുന്ന കേസിൽ നമുക്ക് പ്രൈസിങ് ഉണ്ടാവില്ല. ജസ്റ്റ് പാർട്ട് OEM റീപ്ലേസ്മെന്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ കേസിൽ പക്ഷെ സ്പെയറിന്റെ റിക്വസ്റ്റ് എനിക്ക് ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ചെയ്യാൻ പറ്റും, എന്ത് പാർട്സ് ആണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ജസ്റ്റ് ഇത് ഓടിച്ചു വിടണം. ജസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പെയർ പാർട്ട് റിക്വസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ ഈ ടിക്കറ്റ് പെൻഡിങ് ഫോർ സ്പെയർ ആണ്, സ്പെയർ വേണം, സ്പെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റാറ്റസ് കാണാൻ പറ്റും. അഗൈൻ എന്റെ കമ്പനിയുടെ ഇത് എടുത്തുണ്ടെങ്കിൽ കമ്പനിയിൽ കാണാൻ പറ്റും ഒരു സ്പെയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, എന്താണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, ആരാണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കാണാം. നെക്സ്റ്റ് കാണിച്ചു തരാം. സ്പെയർ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജിബി സാം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ആണ് സ്പെയർ ഓർഡർ ചെയ്തേക്കുന്നത്. അവിടുന്ന് എനിക്കിപ്പോ ഇൻ കേസ് ഇപ്പൊ ചില കമ്പനികൾ റെഡി സ്റ്റോക്ക് ഉണ്ടാവും. റെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് വിടാം. ഇപ്പൊ റെഡി സ്റ്റോക്ക് ഇല്ലെങ്കിൽ എനിക്ക് സ്റ്റോക്ക് വരുന്ന ടൈമിൽ അതിൽ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പേയ്മെന്റ് ഉള്ള കേസ് ആണെങ്കിൽ ഇതിന്റെ പ്രൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർക്ക് ഇട്ട് കൊടുക്കും. ഞാൻ പ്രൈസ് എത്രയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ സൈഡിൽ ഒരു റിക്വസ്റ്റ് വരും, ഇതാണ് പാർട്ട്, ഇതാണ് അതിന്റെ പ്രൈസ് വരുന്നത്, സ്പെയർ പാർട്ട് റിക്വസ്റ്റ് അപ്രൂവൽ പെൻഡിങ് ഫോർ കസ്റ്റമർ. അതായത് കസ്റ്റമർക്ക് നോട്ടിഫിക്കേഷൻ ഇന്ന സ്പെയർ പാർട്ട് ഇത് വന്നിട്ടുണ്ട്, അതിന്റെ പ്രൈസിങ് എത്ര. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്പെയറിന്റെ പ്രൈസ് കാണാൻ പറ്റും, എത്രയാണ് എന്റെ പ്രൈസ് വരുന്നത് എന്നുള്ളത്. പ്രൈസ് റെഡി ഇങ്ങനെ ഓക്കെ ആണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സർവീസ് പ്രൊവൈഡറിന്റെ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് പോകും. ഞാൻ ഡയറക്റ്റ് പെയ്ഡ് പാർട്ടാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരും. കിട്ടി പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും കസ്റ്റമർ പേ ചെയ്തിട്ടുണ്ട്, ഷിപ്പ് ചെയ്തോളാൻ പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും. ഞാൻ എപ്പോഴാണോ എന്റെ സൈഡിൽ നിന്ന് പാർട്ട് വന്ന് അതെടുത്ത് എനിക്ക് ഇവിടുന്ന് മാനുവലി ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
എന്റെ സർവീസ് പ്രൊവൈഡറിന്റെ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഐറ്റം ഷിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കറസ്പോണ്ടിങ് കസ്റ്റമറുടെ സൈഡിൽ അപ്ഡേറ്റ് ആവും. ഞാൻ പേയ്മെന്റ് ചെയ്ത പാർട്ട് ഡെലിവറിക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ഡേറ്റ് എത്ര വെച്ചാൽ ആ ഡേറ്റ് അടക്കം അവിടെ കാണാൻ പറ്റും. വൺസ് ഇത് ഡെലിവർ ആയി കഴിയുമ്പോൾ കസ്റ്റമറുടെ സൈഡിൽ ചെല്ലും നിങ്ങളുടെ സ്പെയർ പാർട്ട് ഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇത്. അത് എത്തി കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. കാരണം എത്തി എന്നുള്ള കസ്റ്റമർ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ആ എഞ്ചിനീയർക്ക് വന്ന് അതിന്റെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കസ്റ്റമറോട് കൺഫർമേഷൻ ചോദിക്കും, പ്രൊഡക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിയോന്ന് ചോദിക്കും. കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൺഫർമേഷൻ കസ്റ്റമർ കൊടുത്തു, നേരെ എഞ്ചിനീയർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. ആ സ്പെയർ പാർട്ട് കസ്റ്റമർ ഡെലിവറി എടുത്തിട്ടുണ്ട്, നിങ്ങൾ ടിക്കറ്റ് ബാക്കി ഇഷ്യൂ റിസോൾവ് ചെയ്തോളാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എഞ്ചിനീയർക്ക് ചെല്ലും. വീണ്ടും എഞ്ചിനീയർ അയാളുടെ ആപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ടിക്കറ്റ് വീണ്ടും ആക്റ്റീവായിട്ട് കാണിക്കും. എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് റെസ്യൂം ചെയ്യാൻ പറ്റും. നേരത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രസ് ആയിരുന്നു, ഞാൻ പാർട്ട് സ്പെയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്പെയർ പാർട്ട് റീപ്ലേസ്മെന്റ് അവൈലബിൾ ആയി, ടിക്കറ്റ് റെഡി ഫോർ സ്പെയർ പാർട്ട് റീപ്ലേസ്മെന്റ്. അപ്പൊ ആ ഇതുവരെ നടന്ന എല്ലാ സ്റ്റേജും നമ്മുടെ ലോഗിൽ കീപ്പ് ചെയ്ത് പോകും. അഗെയിൻ എഞ്ചിനീയർക്ക് ആ പറഞ്ഞ പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താ വർക്ക് ചെയ്തതെന്നുള്ളതിട്ട് ടിക്കറ്റ് ക്ലോസ്. ഇനി ഇൻ കേസ് ഇപ്പൊ ചിലപ്പോൾ ചില പ്രൊഡക്റ്റ് വാറന്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ വാറന്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കേസ് ഐ ഡി ഉണ്ട്, OEM കേസ് ഐ ഡി റീഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പൊ ഞാനിത് വാറന്റി OEMന് കൊടുത്തിട്ടുണ്ടെങ്കിൽ OEMന്റെ കേസ് ഐ ഡിയും എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫ്യൂച്ചറിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു OEM അവരുടെ ഈ ടിക്കറ്റിന്റെ ബേസിൽ ഡയറക്റ്റ് അവരുടെ പോർട്ടലിൽ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള API തന്നെ സെനേറിയോയിൽ നമുക്ക് ഇവിടുന്ന് തന്നെ OEMന്റെ അക്കൗണ്ടിൽ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ചില ഫോർമാറ്റിൽ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആവും OEMന്റെ സൈഡിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ OEMന് ഒരു പോർട്ടൽ ഉണ്ടാവും, നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും മാനുവലി OEMന്റെ പോർട്ടലിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അതും നമുക്ക് ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒറ്റ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നിങ്ങൾ രണ്ടാമത് വേറെ ചെയ്യേണ്ട, ഈ ടിക്കറ്റ് ഇവിടുന്ന് തന്നെ OEMലേക്ക് എസ്കലേറ്റ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കേസ് ചെയ്ത് OEMന്റെ കേസ് ഐ ഡി ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. വൺസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റിസോൾവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറെ ഫീഡ്ബാക്ക്, കസ്റ്റമർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ദ കേസ് കസ്റ്റമർക്ക് എഞ്ചിനീയർക്കും ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്ത സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഈ ഫീഡ്ബാക്ക് ഒക്കെ ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മളൊരാളെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അയാളുടെ ഫീഡ്ബാക്ക് റേറ്റിംഗ് ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കൂടുതൽ സർവീസ് കിട്ടാനും കോമൺ പൂളിൽ നിന്ന് ടിക്കറ്റ് വേണ്ട കേസിൽ കൂടുതൽ സർവീസ് കിട്ടാനൊക്കെ റേറ്റിംഗ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയാണ് ഒരു ബേസിക് ടിക്കറ്റിന്റെ വർക്ക് ഫ്ലോ ഉള്ളത്. ഇപ്പൊ ഞാൻ ഈ ടിക്കറ്റിന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ ടിക്കറ്റ് ക്ലോസ്ഡ് ആയി. അതേപോലെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത മുതൽ ഞാൻ ടിക്കറ്റ് ക്ലോസ് ചെയ്ത വരെയുള്ള കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ SR എന്നുള്ള ജിബിൻസാം എന്നുള്ള എഞ്ചിനീയർ ആയിരുന്നു, പാനലിൽ റീപ്ലേസ് ചെയ്തു, സ്റ്റാറ്റസ് റിസോൾവ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് മൂന്ന് ആക്ഷൻ ആക്ച്വലി നമ്മൾ ഓരോ വെർട്ടിക്കലിലും നമ്മൾ സർവീസ് അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു എഞ്ചിനീയർ ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു കൂൾ ഓഫ് ടൈം കൊടുക്കും, ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യുന്ന ടൈം, അതായത് ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഈ ടിക്കറ്റ് കൂൾ ഓഫ് ടൈമിൽ ഇടും. അതായത് ആ 3 ദിവസത്തിനിടയ്ക്ക് ഈ ഇഷ്യൂ വീണ്ടും വരുവാണെങ്കിൽ ഈ കസ്റ്റമർക്ക് ഈ ടിക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ആ 3 ദിവസം കൂൾ ഓഫ് ടൈം കഴിഞ്ഞാണ് ഈ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുള്ളൂ. അപ്പൊ കസ്റ്റമർക്കും ഒരു ഇതാണ്, അതായത് ഇപ്പൊ ഒരു ചെയ്ത വർക്കിന് നമ്മളൊരു വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ ഒരു ഹാപ്പിയാണ്, നമ്മളും അതുപോലെ കൊടുക്കുന്ന സർവീസ് കസ്റ്റമർ ഹാപ്പിയാന്ന് പറയുമ്പോൾ നമ്മൾ ഡീലേഴ്സും സർവീസ് പ്രൊവൈഡേഴ്സിനും സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു ഇത് നമുക്ക് അത് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കേണ്ട, അത് ഇന്റർലി ആ വെർട്ടിക്കൽ ഇത് വെച്ചിട്ടാണ്. നമ്മളിപ്പോ ബാക്കി വെർട്ടിക്കൽ IT ആണെങ്കിൽ നമുക്ക് 3 ദിവസമാണ് കൂൾ ഓഫ് ടൈം. എന്തെങ്കിലും കംപ്ലൈന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്താൽ 3 ദിവസം കഴിഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ആകും. 3 ദിവസത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത സാധനത്തിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്.
സോ ഇത്രയാണ് നമ്മുടെ നോർമൽ ഒരു സർവീസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കേസ് വരുന്നത്. ഇനി അടുത്തതാണ് നമുക്കൊരു പ്രിവന്റീവ് മെയിൻ്റനൻസ്. ഇതായിരിക്കും സോളാറിൽ കൂടുതൽ വരുന്ന സാധനങ്ങൾ. കാരണം ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലായിടത്തും വരുന്ന സാധനം 5 വർഷം 10 വർഷം വാറണ്ടി ഉള്ള സാധനമായതുകൊണ്ട് ഈ 5 ഇയർ 10 ഇയർ നമ്മൾ പല പ്രിവന്റീവ് മെയിൻ്റനൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് എങ്ങനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും എന്നുള്ളത് ജെറിൻ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യും. അതിന്ന് നമുക്ക് കാണാം. ജെറിൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോ? ശരി. സ്ക്രീൻ കാണാമോ? കാണാം. കാണാം ജെറി. ആ, ആ, ഇത് ഇപ്പൊ ഒരു സർവീസ് പ്രൊവൈഡർ ഡാഷ്ബോർഡ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് AMC മാനേജ്മെന്റ് അല്ലെ പ്രൊഡക്റ്റ് വാറന്റി മാനേജ്മെന്റ് എന്ന് ഒരു സെക്ഷൻ ഉണ്ട് സൈഡിൽ. അപ്പൊ AMC മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ AMC മാനേജ്മെന്റ് എടുത്തോളൂ. ഇത് ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ ഈ കമ്പനിയുടെ ഡൗൺ ടൗണിന്റെ കമ്പനിയിൽ നിന്ന് സർവീസ് വാങ്ങിച്ചേക്കുന്ന കമ്പനി കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ കസ്റ്റമർക്ക് ഒരു പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ വൺസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ ആപ്ലിക്കേഷനിലും ഈ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് ഇന്ന പ്ലാന്റ് അതേപോലെ AMC ആണ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എന്റെ ഇവിടുന്ന് എനിക്കിപ്പോ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഒരു കസ്റ്റമറുടെ ഒരു ആഡ് ചെയ്യാം പുതിയ പ്രൊഡക്റ്റ്. എനിക്ക് ഇവിടുന്ന് എന്റെ കസ്റ്റമർ ഡീറ്റെയിൽസ് ഏത് കസ്റ്റമർ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ആഹ് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് സെലക്ട് ചെയ്യാൻ സോളാറിന്റെ എടുത്തു. ബൈ ഡിഫാൾട്ട് നമ്മളെപ്പോഴും ഏറ്റവും ബേസിക് സർവീസ് പാക്കിലായിരിക്കും ടിക്കറ്റ്. അത് ബേസിക്കലി നമ്മുടെ പ്രയോറിറ്റി പോലെയാണ്. ഏറ്റവും ബേസിക് ഇതിലായിരിക്കും കിടക്കുന്നത്. ഇനി ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ പ്രൊഡക്റ്റിന് ലേബൽ കൊടുക്കാം. പർച്ചേസ് ഡേറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ ഡേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ആഹ് എത്ര മാസമാണ് വാലിഡിറ്റി കൊടുക്കുന്നത്? അപ്പോൾ ആ വാലിഡിറ്റി ഇപ്പൊ 12 മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സ്പയറി ഡേറ്റ് AMC എക്സ്പയറി ഡേറ്റ് അവിടെ വരും. അതുപോലെ ഇപ്പൊ ഈ ഡിവൈസിന് ഇപ്പൊ ഞാൻ പീരിയോഡിക് മെയിൻ്റെനൻസ് എനേബിൾ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഇമേജ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്താൻ പറ്റും. പീരിയോഡിക് മെയിൻ്റെനൻസ് എനേബിൾ ചെയ്തോളൂ. പീരിയോഡിക് എനേബിൾ ചെയ്യുന്ന ടൈമിൽ എത്ര ഇന്റർവെല്ലിലാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഞാനിപ്പോ നമുക്ക് വരുന്ന 30 ഡേയ്സ് 60 ഡേയ്സ് 90 നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം. പിന്നെ 30 ഡേയ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 15 ഫെബ്രുവരി ആണത് പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് അടുത്ത മെയിൻ്റെനൻസ് വരുന്ന 30 ഡേയ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് March 16 അടുത്ത മെയിൻ്റെനൻസ് ആവും. അപ്പൊ ഇനി March 16 മെയിൻ്റെനൻസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അടുത്ത 30 ഡേയ്സ് കഴിഞ്ഞുള്ള മെയിൻ്റെനൻസിനുള്ളത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ 16th ഷെഡ്യൂളിങ് ഞാൻ കാണിച്ചു തരാം. സേവ് ചെയ്തോളൂ ചെറു. മാത്യുവിന്റെ പ്രൊഡക്ട്സ് ഒന്ന് എടുക്കോ. നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് F001 എന്നുള്ള പ്രൊഡക്റ്റ്. അതിന്റെ പർച്ചേസ് ഡേറ്റ് ഉണ്ടാവും, അതിന്റെ AMC എൻഡ് ഡേറ്റ് എന്താണ് AMC തീരുന്നതെന്ന് ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ ജസ്റ്റ് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണം. ഓരോ പ്ലാന്റിലും എത്ര ടിക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ആക്റ്റീവ് ടിക്കറ്റ് ഏതാണ്, അത് ആ ഒരു ഡീറ്റെയിൽസ് സർവീസ് പ്രൊവൈഡർക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഓരോ ഫ്രീക്വന്റ് ആയിട്ട് കംപ്ലൈന്റ് വരുന്നത് ഏത് കസ്റ്റമറുടെ പ്ലാന്റ് ആണ്, എങ്ങനത്തെ പ്ലാന്റിലാണ് വരുന്നത്, ആ ഫ്രീക്വന്റ് കംപ്ലൈന്റ് എന്താണ്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടുന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടിന്യൂ ചെയ്തു ചെറു. ആ, ഇനി എഞ്ചിന് ആ ഒരു ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ആ ഒരു ടൈമിൽ നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. അപ്പം ഒരു സെക്കൻഡ് എഞ്ചിനീയറിന്റെ ചെറിയ സൈഡ്. നമുക്ക് ആ,
നമുക്ക് ആക്ച്വലി ടിക്കറ്റ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ടിക്കറ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ ഇതിന് 30 ഡേയ്സ് കഴിയണം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പ്രീവിയസ് ആയാലും ടിക്കറ്റ് എടുത്ത് കാണിക്കാം. അതായത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത ടിക്കറ്റ് ഞാൻ എനേബിൾ ചെയ്ത് കാണിക്കാം. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ടിക്കറ്റ് എനിക്ക് ആക്ച്വലി ടിക്കറ്റ് ക്രിയേറ്റ് ആവണ 30 ഡേയ്സ് കഴിഞ്ഞേ ക്രിയേറ്റ് ആവുള്ളൂ. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ടിക്കറ്റ്. അപ്പൊ എക്സിസ്റ്റിംഗ് ഒരെണ്ണം ഷെയർ ചെയ്യാം. ജർമ്മ എക്സിസ്റ്റിംഗ് ഒരെണ്ണം എടുത്ത് കാണിച്ചു. ഇതിപ്പം ഓൾറെഡി ഒരെണ്ണം വന്നതാണ്. ഈ ഡീറ്റെയിൽസ് എടുക്കാം. ഇവിടെ ഒരു ടിക്കറ്റ് ഓൾറെഡി അസൈൻ ആയിട്ടുണ്ട്. ആ ടിക്കറ്റ് ഓൾറെഡി ഒരു ഒരു എഞ്ചിനീയർക്ക് അസൈൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കി എല്ലാവരും ഷെഡ്യൂൾഡ് മെയിൻ്റെനൻസ് ടീച്ചർ ഡ്യൂ ഡേറ്റ് ഇപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഏത് എഞ്ചിനീയർക്കാണ് അസൈൻ ചെയ്തേക്കുന്നത്, എഞ്ചിനീയറുടെ ലെവൽ ഉണ്ടാവും, കസ്റ്റമറുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് താഴെ വരുന്നതാണ് നമുക്ക് മെയിൻ്റെനൻസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ആക്ച്വലി ഇതിന്റെ ഡ്യൂ ഡേറ്റ് 16/3/25 ഇപ്പൊ നമ്മൾ കസ്റ്റമറെ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഡേറ്റിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എനിക്ക് ആ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ഡേറ്റിലാണ് ഞാൻ വരുന്നത്, അല്ല എന്നാണ് കസ്റ്റമർ അവൈലബിൾ, ആ ഡേറ്റ് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഡേറ്റും ഏത് ടൈമിലായിരിക്കും ഞാൻ എത്തുന്നതെന്നുള്ളതും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടൈമിലോട്ട് അവിടെ ഒരു മെയിൻ്റെനൻസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. കൊടുത്തോളൂ. ഓട്ടോമാറ്റിക്കലി ഞാൻ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഷെഡ്യൂൾഡ് ഫോർ 16/03 9 to 10 AM. ഇത് ഇപ്പൊ കസ്റ്റമറിന്റെ സൈഡിലും ഇതേപോലെ കാണാൻ പറ്റും. സെയിം എടുത്ത് നമ്മൾ ലോഗ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോഗിലും കാണാൻ പറ്റും. ലോഗിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് മീൻ ഷെഡ്യൂൾ വാസ് അപ്ഡേറ്റഡ് ടു 16/05 വിത്ത് എ ടൈം സ്ലോട്ട് ഓഫ് 9 to 10. കസ്റ്റമർ എടുത്തോളൂ. കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം നമുക്ക് കാണാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 16/3 ടൈം കാണാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തു, പക്ഷെ കസ്റ്റമർക്ക് ആ ടൈമിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇവിടുന്ന് ഒരു റിവൈസ്ഡ് ടൈം പറയാൻ പറ്റും. ഇപ്പൊ അത് ഇവിടുന്ന് കസ്റ്റമർ പറയും ഞാൻ 9 മണിക്കില്ല, അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിൽ ആളുണ്ടാവില്ല, ഒരു വേറെ ടൈമിൽ വരാൻ പറയുവാണെങ്കിൽ ഇവിടുന്ന് കസ്റ്റമർക്ക് ആ ടൈം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചേഞ്ച് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിലി അത് ആ എഞ്ചിനീയർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. കസ്റ്റമർ ഈ ടൈമിൽ അവൈലബിൾ അല്ല, കസ്റ്റമർ ഐ മീൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം വേറെ ടൈം ആണെന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. ഇതാണ് ജസ്റ്റ് ആക്ച്വലി ഈ ഒരു പുതിയൊരു മെയിൻ്റെനൻസ് ഷെഡ്യൂൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. എഞ്ചിനീയർ എടുക്കും ചേട്ടൻ. എഞ്ചിനീയർക്ക് ഓട്ടോ നോട്ടിഫിക്കേഷൻ വരും, റീഷെഡ്യൂൾ ചെയ്യാൻ കസ്റ്റമറുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കസ്റ്റമർ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം വന്നിട്ടുണ്ടാവും. കസ്റ്റമർ സെയിം ദ പ്രിഫേർഡ് മെയിൻ്റെനൻസ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പൊ എനിക്ക് ഐതർ ആ ടൈം സ്റ്റിക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഷെഡ്യൂൾഡ് ടൈം വീണ്ടും കസ്റ്റമറോട് പറയാൻ പറ്റും. ബാക്കി വർക്ക് ഫ്ലോ, ടിക്കറ്റിന്റെ വർക്ക് ഫ്ലോ സെയിം തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഈ പ്രിവെന്റീവ് മെയിൻ്റെനൻസിന് ടിക്കറ്റ് ജനറേറ്റ് ആവുന്നതാണ് AMCയുടെ കേസിൽ അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമ്മളിപ്പോ ഓൺസൈറ്റിൽ സോളാറിന്റെ പാർട്ടായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ജെറിൻ, താങ്ക് യു. സ്ക്രീൻ ഓഫ് ഓക്കെ. ചെയ്തോളൂ. താങ്ക് യു ഫോർ ദ എക്സ്പ്ലനേഷൻ. സംശയങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഓരോരുത്തർക്ക് വന്നിട്ട് ചോദിക്കാം. ഡൗട്ടുള്ളത് ചോദിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ചാറ്റിൽ ജസ്റ്റ് പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് കോൺടാക്ട് ചെയ്തോളാം. ചാറ്റിൽ ഇപ്പോൾ ഇതിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ചാറ്റിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോണിലുള്ളവർ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഡെൽവിൻ ആ രണ്ട് ആപ്പിന്റെ ലിങ്ക് ഒന്ന് ചാറ്റിലോട്ട് ഇട്ടേക്കോ. ഡെൽവിൻ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട്. ഷുവർ, ഇപ്പൊ ഇടാം. ഡെൽവിൻ ഇപ്പൊ ഇട്ടേക്കുന്നത് നമ്മുടെ ഓൺസൈറ്റർ B2C കസ്റ്റമർ ആപ്ലിക്കേഷൻ ലിങ്ക് ആണ്. ഇത് എഞ്ചിനീയർ ആപ്ലിക്കേഷന്റെ ലിങ്ക് ആണ്.
ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ, സോറി, ഡീലർ കമ്പനി ആണെങ്കിൽ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, കാരണം അവർക്ക് എഞ്ചിനീയറെ മാനേജ് ചെയ്യണം, അങ്ങനെ കുറച്ചധികം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് മൊബൈൽ ആപ്പ് ഇല്ല. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ നോർമൽ എന്താ പറയാ വെബിൽ കൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് അവരുടെ എഞ്ചിനീയേഴ്സിനാണ് ആക്ച്വലി ആപ്ലിക്കേഷൻ ഉള്ളത്. ആഹ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ സൈനപ്പും സൈൻ ഇനും ഉണ്ട്. സൈൻ ഇനിലാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സൈനപ്പ് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വരുന്നത് ഇൻഡിവിജ്വൽ ആണ്. ഞാൻ പറഞ്ഞ B2C വരുന്നത്, നോർമൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് വരുന്നത്. കോർപ്പറേറ്റ് ഒരു കമ്പനി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫീസ് ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഉണ്ട്. സർവീസ് പ്രൊവൈഡേഴ്സ് വരുന്നത് ഡീലർമാർ, നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് വരുന്നത്. സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഉള്ളിലാണ് എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു കമ്പനി ആണെങ്കിൽ എനിക്ക് സർവീസ് പ്രൊവൈഡർ രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്റെ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് ഞാനൊരു ഫ്രീലാൻസർ ആണ്, ഞാനൊരു സിംഗിൾ ആളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ജസ്റ്റ് സർവീസ് പ്രൊവൈഡർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എന്റെ പേരിൽ തന്നെ ഫസ്റ്റ് എഞ്ചിനീയർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അപ്പോൾ എനിക്കൊരു സർവീസ് പ്രൊവൈഡർ കമ്പനി എന്നുള്ള ഇത് ഉണ്ടാവും, ഞാൻ തന്നെ ഒരു എഞ്ചിനീയറുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആഹ് ഞാൻ ജസ്റ്റ് ജെറിന്റെ സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഒരു സർവീസ് പ്രൊവൈഡറിന്റെ സ്ക്രീൻ ഒന്ന് എടുക്കുമോ? എടുക്കാം. ഇത് ഒരു സർവീസ് പ്രൊവൈഡറിന്റെ സ്ക്രീനാണ്. ഇതിനകത്ത് സർവീസ് പ്രൊവൈഡർക്ക് വരുന്നത് നമുക്ക് ടോട്ടൽ ഇതുവരെ ചെയ്തേക്കുന്ന സർവീസിന്റെ എനിക്ക് വന്ന ഏണിങ്സ് കാണാൻ പറ്റും, എത്ര ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും, അതുപോലെ എത്ര കസ്റ്റമേഴ്സ് എനിക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ എന്റെ വാലറ്റിൽ, അതായത് ഈ ഏണിങ്സ് വരുന്നത് വാലറ്റിനകത്തേക്കാണ്, എത്ര വാലറ്റിൽ എത്ര പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ എന്റെ ഓരോ മൾട്ടിപ്പിൾ എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ഓരോ എഞ്ചിനീയേഴ്സും എത്ര ടിക്കറ്റ് ക്ലോസ് ചെയ്തു, ആ ഓരോ ടിക്കറ്റും എത്രയായിരുന്നു സർവീസ് എമൗണ്ട്, പെയ്ഡ് ടിക്കറ്റ് ആണെങ്കിൽ എത്രയാണ് എമൗണ്ട്, ആ എഞ്ചിനീയർക്ക് എത്രയാണ് കസ്റ്റമർ കൊടുത്ത റേറ്റിംഗ്, ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് മൈ ടീം എടുക്കും ജെറി. ഇത് ആണ് എന്റെ എഞ്ചിനീയേഴ്സ്. ഇപ്പൊ എനിക്കൊരു 6 എഞ്ചിനീയറുള്ള കമ്പനി ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും എഞ്ചിനീയേഴ്സ് ആഡ് ചെയ്യാം. പുതിയ എഞ്ചിനീയേഴ്സിനെ എനിക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാം. ഇവിടുന്ന് ആഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനാണ് മൊബൈൽ ആപ്പിൽ ആക്സസ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇത്ര ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ എഞ്ചിനീയർ ആഡ് ചെയ്യാൻ. പക്ഷെ എഞ്ചിനീയർ കോമ്പിറ്റൻസി ഒക്കെ എഞ്ചിനീയർക്ക് ലോഗിൻ ചെയ്യണം, മൊബൈൽ നമ്പറും പാസ്വേഡും ഉണ്ടാവും. പിന്നെ എനിക്ക് എഞ്ചിനീയറുടെ കോമ്പിറ്റൻസി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അവർക്ക് എടുത്തിട്ടുണ്ട്, എന്തൊക്കെ വർക്കുകളാണ് അവർ കോമ്പിറ്റന്റ് ആയിട്ടുള്ളത്, അത് ആഡ് ചെയ്യാൻ പറ്റും. മൈ നെറ്റ്വർക്ക് ഒന്ന് എടുക്കുമോ ചേട്ടൻ? മൈ നെറ്റ്വർക്കിനകത്താണ് നമുക്ക് റെഫറൽ ലിങ്ക് വരുന്നത്. ഇപ്പൊ ഞാൻ ഒരു പുതിയ കസ്റ്റമർ, ഞാൻ ഒരു പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇവിടുന്ന് ബി ടു ബി കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ B2C കസ്റ്റമർ ആണെങ്കിലും എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഈ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്ത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് കസ്റ്റമറുടെ സൈനപ്പ് പേജിലോട്ട് പോകും. കസ്റ്റമർ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കസ്റ്റമറിന് ആക്ച്വലി എന്റെ കസ്റ്റമർ ആണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ ഓൾറെഡി ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ കസ്റ്റമർ ലിസ്റ്റിൽ പുള്ളിയുടെ കാണാൻ പറ്റും, അവരുടെ AMC പ്രൊഡക്റ്റുകൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ കസ്റ്റമർ എന്തെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എപ്പോഴും നേരെ ആദ്യം വരുന്നത് എന്റെ കമ്പനിയിലിട്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെയായിരിക്കും ആ ടിക്കറ്റുകൾ വരുന്നത്. ഇൻ കേസ് ഇപ്പൊ ഞാൻ സോളാർ മാത്രമല്ല, ഞാനിപ്പോ ഒരു ഇലക്ട്രിക്കൽ വർക്കും കൂടെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആ കസ്റ്റമർ ഒരു ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആദ്യം പ്രയോറിറ്റിയിൽ വരുന്നത് എനിക്ക്, കാരണം ഞാനാണ് ആ കസ്റ്റമർ ഓൺ സൈറ്റിലോട്ട് കൊണ്ടുവന്നത്, എന്റെ ലീഡാണ് കസ്റ്റമർ, അതുകൊണ്ട് ആ ടിക്കറ്റ് ആദ്യം വരുന്നത് എനിക്കായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഓൺ സൈറ്ററിനകത്ത് സോളാറിന്റെ പാർട്ടായിട്ടും മെയിൻലി വർക്ക് ഫ്ലോ ആയിട്ടും ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതുപോലെ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടെങ്കിൽ പിന്നെയാണെങ്കിൽ പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ജെറിൻ സ്റ്റോപ്പ് ചെയ്തോ? ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്തേച്ച് ചോദിച്ചാൽ മതി.
ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമുക്ക് ഇതിനകത്ത് സർവീസ് പ്രൊവൈഡേഴ്സിന് പെയ്ഡ് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ചാർജ് ആണ് ടിക്കറ്റിൽ വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് 4 എഞ്ചിനീയർ പെർ 4 എഞ്ചിനീയേഴ്സ് ആണ് കോസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ AMC മാനേജ് ചെയ്യാൻ അങ്ങനത്തെ കേസിൽ മാത്രമാണ് സർവീസ് എഞ്ചിനീയറുടെ ബേസിൽ കോസ്റ്റിംഗ് വരുന്നത്. ഒരു കാര്യം കൂടി, ഈ പലപ്പോഴും നമ്മൾ സോളാറിന്റെ ചെയ്യുമ്പോഴത്തേക്ക് 2 പേര് പോകണമെന്നുള്ളത് നിഷ്കർഷിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഓക്കെ. എന്റെ റിസ്ക് ഒക്കെ വെച്ച് നോക്കിയിട്ട്. അതെങ്ങനെയാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ ഒരു വർക്ക് ഫ്ലോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഞാൻ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വർക്ക് ഫ്ലോ ആണ്. ഇതിനകത്ത് ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പനിക്ക് വർക്ക് ഫ്ലോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ സാറിന് ഡെമോ തന്നതിനകത്ത് ഞാൻ ഒരു എഞ്ചിനീയർ ഉള്ളൂ എനിക്ക്. അതായത് ഒരു ഡയറക്ടർ കോൾ വരുന്നു, അത് ആദ്യം എന്റെ കമ്പനിയിലെ ആള് വിളിച്ച് സംസാരിക്കുന്നു, അത് ഞാനൊരു എഞ്ചിനീയറെ വിടുന്നു. അതാണ് ഇപ്പോഴത്തെ സെനേറിയോ. ഇനി 2 എഞ്ചിനീയർ വിടേണ്ട കേസ് ആണെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി 2 പേർക്ക് അസൈൻ ചെയ്താൽ നിയർ ബൈ പോകുന്ന 2 പേർക്ക് അസൈൻ ആവുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് പ്യുവർലി ആ ഒരു നേച്ചർ ഓഫ് ബിസിനസ് വെച്ചിട്ടാണ്. കാരണം ഇത് നമ്മൾ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിന് സിംഗിൾ വെർട്ടിക്കലിന് വേണ്ടി മാത്രമുള്ള ടൂൾ അല്ല. അതായത് ഇപ്പൊ സോളാറിനൊരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോം ഓണേഴ്സിന് ഒരു വെർട്ടിക്കലിന് വേണ്ടി മാത്രമുള്ള ടൂൾ അല്ല. അത് എല്ലാ വെർട്ടിക്കലും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സോളാറിൽ ഇപ്പൊ നിങ്ങൾക്ക് 2 പേര് പോകണമെന്നൊരു റിക്വയർമെന്റ് വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് അതങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. നമസ്കാരം. നമസ്കാരം സാർ, പറഞ്ഞോളൂ. ഡെൽവിൻ തോമസ് സാർ എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഡെൽവിൻ ഞങ്ങൾ എല്ലാവരും കൊച്ചിയിലാണ്. കോട്ടയത്ത് നിന്ന് ആരുമില്ല അല്ലേ? കോട്ടയത്തുനിന്ന് എന്തായിരുന്നു സാറേ കോട്ടയത്ത്? അല്ലല്ല, ഞാൻ ഫ്രീലാൻസർ ആണ്. ഞാൻ ഇപ്പം ഓക്കെ ഇതിനെപ്പറ്റി സോളാറിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സോളാറിന്റെ ടെക്നീഷ്യൻസ്മാർ, എനിക്കിവിടെ സോളാറിന്റെ ഇത് ചെയ്യണമെന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടായിരുന്നു. കോട്ടയം. ഓക്കെ അത് എനിക്കൊന്ന് കണ്ണൻ സാറിന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ചെറിയാൻ സാർ ഒന്ന് അഡ്രസ് ചെയ്താൽ കൊള്ളാം. ചെറിയാൻ സാറ് നമ്മുടെ ഓക്കെ റൂമിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. എനിക്കിവിടെ ആരെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ഓഫീസ് വല്ലതും സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു സാറേ. കോട്ടയം. ഒരു നമ്പർ നോട്ട് ചെയ്തോട്ടെ ചാറ്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, സാർ നോട്ട് ചെയ്തോളൂ. സാറേ. ഒന്നുകൂടെ കാണിക്കാമോ? അല്ലെ പറഞ്ഞാലും മതി. 9656 9656 76 ആഹാ 2255. 2255. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഐ തിങ്ക് ജിസ് ആണെന്ന് തോന്നുന്നു. ജിസ് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ജിസ്. യെസ്. എന്റെ പേര് ജിസ് എന്നാണ്. ഞാൻ കോട്ടയം. കോട്ടയം ഏറ്റുമാനൂർ. അതെ അതെ. സാറിന് നാളെ അന്ന് വിളിച്ചാൽ മതി അല്ലേ? ഓക്കെ മതി. എന്നെ കോൺടാക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ താങ്ക്സ്. കൂടുതൽ ഡിസ്കഷൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
കണ്ണൻ സാർ സാർ എല്ലാ ആഴ്ചയിലും ഉണ്ടോ അതോ? ഒരാഴ്ചയിലും ഓരോ വിഷയമായിരിക്കും അത്. ഡിഫറെന്റ് സബ്ജക്ട്സ് ആ സാധാരണ ഇതില്. ഇതിപ്പോ ഇതിനു വേണ്ടി ഒരാഴ്ച വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ നടത്താം. അല്ല അതപ്പോ എങ്ങനെ അറിയാണ്ട് ഞാൻ ചോദിച്ചത്. മീറ്റിംഗ് ഉണ്ടോ? അല്ല, എല്ലാ ബുധനാഴ്ചകളും ഈ മീറ്റിംഗ് തുടരും. പക്ഷേ താങ്ക് യു. ഓരോ സബ്ജക്ട് ആയിരിക്കും, ഓരോ ദിവസവും ഓരോ സബ്ജക്ട് ആയിരിക്കും. ഓക്കെ, ശരി സാർ, താങ്ക് യു. സാറ് ചെറിയാൻ സാറ് ഡെയിലി ഉള്ള റൂമിനെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുമായിരിക്കും. ഇവിടെ സാറേ ഡെയിലി ഇതിനെപ്പറ്റി സംസാരിക്കുന്ന റൂമുണ്ട്. സോളാർ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനിൽ ഒരു റൂമുണ്ട്. അവിടെ എല്ലാ ദിവസവും 8:30 ആകുമ്പോൾ തുടങ്ങിയാൽ ഒരു 10:30 വരത്തേക്ക് നമ്മൾ സോളാറിനെ പറ്റി സംസാരിക്കാറുണ്ട്. ആൾക്കാരുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുകയും അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഇന്റഗ്രേറ്റേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ല ഒരു കസ്റ്റമറുടെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോളാർ വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, സംശയ നിവാരണത്തിന് വേണ്ടി ഒരു 2 മണിക്കൂറോളം നമ്മളെ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അത് ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ 2 എന്നുള്ളത് കുറച്ചുകൂടെ കൂടുതൽ പോകും. 8:30 തൊട്ട് 10:30 വരെയാണ് നമ്മൾ സാധാരണഗതിയിലുള്ളത്. എല്ലാ ദിവസവും ഉണ്ട് 8:30 ആകുമ്പോൾ. സോളാർ ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനിൽ സോളാർ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന റൂമാണ്. അവിടെ വന്നിരുന്ന് സംസാരിക്കാം. ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതെങ്ങനെയാ ഡൗൺലോഡ് ചെയ്യുന്നത്? സാറേ, സാറിന് ഒന്ന് തന്നാല് ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. ഓരോ ദിവസം എന്റെ ഫോൺ പറയട്ടെ, ഫോൺ നമ്പർ. ഒരു സെക്കൻഡ്, ഞാൻ എഴുതട്ടെ സാറേ, ഒരു സെക്കൻഡ്. ആയിക്കോട്ടെ. സജുമാർ എഴുതുവോ? പേനയുണ്ടോ? ഞാൻ എഴുതാം, പറഞ്ഞോളൂ സാർ. പറഞ്ഞോ സാറേ. ഒരു മിനിറ്റ്, നമ്പർ പറയാം. ആ, നമ്പർ 70 251 73 593. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 70 251 73 593. ഓക്കെ, താങ്ക് യു ഡോക്ടർ തോമസ്. താങ്ക് യു സർ. താങ്ക് യു, ബൈ. താങ്ക് യു. അപ്പം നമ്മുടെ ക്ലബ് ഹൗസിൽ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു ചെറിയാൻ സാർ, കണ്ണൻ സാർ, ഫോർ ദിസ് ടുഡേ സെഷൻ. കൂടുതൽ ഇതുപോലത്തെ വെബിനാറുകൾ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു. താങ്ക്സ്. ക്ലബ് ഹൗസിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സാറേ? ഉണ്ടായിരുന്നു, ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഡൗട്ട് ഉണ്ടോ? അല്ല, അപ്പോഴേ ഒരാളെ സംശയം ചോദിച്ചിട്ടുള്ളൂ. ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിന്റെ അവസരമാണ്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഒരു കമന്റ് പറയാം. ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. എന്തായാലും നല്ല ഒരു ആപ്ലിക്കേഷനായിട്ട് തോന്നി. നമുക്ക് ഭാവിയിൽ ഈ വക കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും. കുറെ കൂടി അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇനി അവരായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ മതിയല്ലോ. അപ്പോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അത് വന്ന് ക്ഷമാപൂർവം പറഞ്ഞു തന്നവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും കമന്റ് പറയാമെങ്കിൽ പറഞ്ഞോളൂ.
ഷിജു എന്നാ വൈൻഡപ്പിയാലോ ഷിജു? അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കണ്ണൻജിക്കും അതുപോലെ തന്നെ ചെറിയാൻ സാറിനും നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്ത് രീതിയിലുള്ള സപ്പോർട്ടിന് ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇതൊരു 4 വർഷമായിട്ട് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. ഈ IT ഫീൽഡിൽ ഞങ്ങളൊരു 23 വർഷമായിട്ടുണ്ട്. സോളാർ നമുക്കറിയാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ കണ്ണൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റി. അതിനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണിത്. ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് വിളിക്കാം, അല്ലെങ്കിൽ കണ്ണൻജിയായിട്ട് ചെറിയൻ സാറുമായിട്ടോ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിനും കണ്ണൻജിക്കും ചെറിയൻ സാറിനും നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഷിജു. ചെറിയ സാറേ കൺക്ലൂഡ് ചെയ്തോളൂ. താങ്ക് യു. വന്ന വിവരങ്ങളൊക്കെ സംസാരിച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിന് വളരെ നന്ദി. അഭിജിത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തതിനും നന്ദി. ഏതായാലും നമുക്ക് കൂടുതൽ ആൾക്കാരുടെ ആവശ്യം പ്രമാണിച്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ബുധനാഴ്ചകൾ, അടുത്ത ബുധനാഴ്ച അല്ല, ഏതെങ്കിലുമൊക്കെ ബുധനാഴ്ചകൾ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾക്ക് വീണ്ടും നിങ്ങളെ വിളിക്കാം. നമുക്ക് നോക്കട്ടെ. ആൾക്കാരുടെ ആവശ്യമാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. വന്ന് സഹകരിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി പറയുന്നു. തൽക്കാലം നമുക്ക് ഈ റൂം ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഓക്കെ ഓക്കെ താങ്ക് ഓക്കെ യു. ബൈ. ഗുഡ് നൈറ്റ്. Thank you. ഗുഡ് നൈറ്റ്. Thank you.